ഈ ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ എന്നോട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു വെള്ളിച്ചക്കും പുഴുവിനും വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ്. ഇത് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി വാങ്ങിയതല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയൊരു ജൈവ മരുന്നാണ്. ഇത് കണ്ടില്ലേ, ഇത് ബിഗ് ബോസ് എന്നതിന് പറയാം. ഇത് കണ്ട ബിഗ് ബോസ്, ഇതാണ് ബിഗ് ബോസ്. കണ്ട, ഇത് ജൈവ മരുന്നാണ്. ഇതാണ് ബിഗ് ബോസ്, കാണുന്നുണ്ടോ? ബിഗ് ബോസ് കണ്ട, ഇതാണ് ബിഗ് ബോസ്, കാണുന്നില്ലേ? ബിഗ് ബോസ്. ഇത് ഇതാണ് ഇന്ന് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. പുഴു, വെള്ളീച്ച, ഇതെല്ലാം ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പം ആക്കി കൊടുക്കുന്നത്. ഇതിപ്പം വേറെ മരുന്നൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കുപ്പി കഴിയാതെ വേറെ ഒരു കുപ്പി പുറത്തുനിന്ന് മേടിച്ചതാണ്. അതുകൊണ്ട് ഇത് ഇതിനിടക്കത്തെ കൊണ്ടുവന്ന ബാക്കിയുള്ളതാണ്, മുമ്പേ കൊണ്ടച്ചാണ്. അത് ഞാൻ പിന്നെ അടിക്കല്, ഞാൻ ഉണ്ടാക്കിയ മരുന്നിൻ്റെ അടിക്കൽ, അത്രയും മരുന്ന് അടിക്കലില്ലു. ഇന്നിപ്പം ഇത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പുഴു ഉണ്ട് കാണുന്നു. പുഴു അങ്ങനെയൊന്നുമില്ല, ഇന്നാളത്തേൽ പുഴു പോയിനി. എന്നാലും ഇവിടെ തക്കാളിക്കെല്ലാം അടിച്ചു കൊടുത്താൽ നല്ല വെള്ളീച്ചെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അടിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. നല്ലതാണിത്. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, 1 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഞാനൊരു 5 മില്ലി ഞാൻ എടുത്ത് വയ്ക്കട്ടെ. ഒരു 5 മില്ലി ഞാൻ എടുത്ത് വയ്ക്കുന്നു കേട്ടാ. ഒരു 5 മില്ലിയിൽ മേലെയുണ്ട്, ഒരു 5-10 മില്ലിയോടുണ്ട്. ജാസ്തിയായിപ്പോയി കുഴപ്പമൊന്നുമില്ല. ഇത് ജൈവ മരുന്നല്ലേ, ഒരു 5 മില്ലി 10 മില്ലി അടിക്കേണ്ടി ഇതേ ഉള്ളൂ, വേറെ ഒന്നും കൂട്ടാനില്ല. അതുകൊണ്ട് ഇത് എടുത്തു. ഒരു 10 മില്ലി ഞാൻ എടുത്തിന്, 10 മില്ലി എടുത്തിന്. അതാ വെച്ചാൽ ഏകദേശം നേർങ്ങനെ സ്പ്രേ ആക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 10 മില്ലി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പഴക്കമുണ്ടല്ലോ, അതുകൊണ്ട് ഇതിനിടയ്ക്ക് കൊണ്ടുവന്നെയാണ്, നാളെ കൊണ്ടുവന്നെയാണ്. ഞാൻ അടിച്ചിട്ടില്ല, ഒരിക്കൽ അടിച്ചതായിരുന്നു. ഞാനിതേപോലെ എല്ലാവരും നല്ലതാണ്. എനിക്ക് ഈ അടിയോളം മരുന്നാക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് അടിച്ചതാണ്, ആക്കിയതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒരു പച്ചവെള്ളം പോലെ ഇനി ഇരിക്കുന്ന ഒന്നും ഇല്ല, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ അടിച്ചു കൊടുക്കാം. അത് പയറിനും പിന്നെ ആ കക്കിരിക്കും ഇതിനെല്ലാം തന്നെ അടിക്കാൻ പറ്റും. അത് വെള്ളീച്ച വന്നെങ്കിൽ വരണ്ട. ഈ കക്കിരിക്ക് ഒരു കരിച്ചൽ ഉണക്കം എല്ലാം ഉണ്ട്. അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കരിച്ചലെല്ലാം വരുന്നുണ്ട്. അത് ഈ വലിയ ചൂട് കൊണ്ടാണത്. അത് നമുക്ക് ലേശം ഇത് അടിച്ചു കൊടുത്താൽ ഈ പയറിനും അതിനാണ് ഞാനിപ്പോൾ ഇത് അടിക്കുന്നത്. ഇതെല്ലാറ്റിനും നല്ലതാണ്. ഞാനിതിപ്പം ഇപ്പം മാത്രമല്ല, പണ്ടേ ഇത് ഞാൻ ജൈവ കൃഷി തുടങ്ങിയാലേ അടിക്കുന്ന മരുന്നായിരുന്നു. ഇനിയിപ്പം കുറച്ച് കാലമായിട്ടാണ് ഞാനിപ്പം അതിന് വാങ്ങാൻ പോകാൻ കഴിയാതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പം ഈ പയറിന് കുമ്പളത്തിനും എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പയറിനടിക്കാം. ഇപ്പം പയറിനടിക്കുന്നത് കണ്ടില്ലേ, കണ്ടില്ലേ? ഇതെല്ലാം ഈ പഴുത്തതെല്ലാം പറിച്ച് ചാടണം, അല്ലെങ്കിൽ കണ്ടില്ല അത് രോഗം വരുവായി. കണ്ടില്ലേ, ഇതേപോലെ അടിച്ച് ചാടിയിട്ട് ഇപ്പം കണ്ടില്ലേ, ഇത് അടിയിലെ കൂടി ഒരു വെള്ള ഈച്ച കടക്കുന്നതിനിടയ്ക്ക് ഇത് നമ്മൾ അടിച്ചു കൊടുത്താൽ ഉറുമ്പ് ഇതെല്ലാം പോവും. ഇതെല്ലാം കുമ്പളത്തന്നെ മുടി പൊട്ടുന്നുണ്ട്. ഇപ്പം ഈ മഴയായതുകൊണ്ട്, ഈ വേലിച്ച് ചൂട് കൊണ്ടിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചക്കറിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിപ്പോൾ എനിക്ക് വേറെ ഒന്നും അടിക്കാൻ കഴിയില്ല വെച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഇന്നാളെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിന്, പക്ഷേ ആരും അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പം നോക്കിയത് കാണിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം പച്ചക്കറി നമുക്ക് ഏറ്റവും നമുക്ക് ഇനി വേണ്ടുന്ന നല്ലൊരു മരുന്നാണ് ഇത്. വെള്ളീച്ചൊന്നും ഉണ്ടാവില്ല, പുഴുവും പോവും. പിന്നെ ഒരുപാട് പൈസ ഉണ്ട്, അത് ഞാൻ അങ്ങനെ വാങ്ങലില്ല. ഈ ജൈവ മരുന്നിനെല്ലാം കൂടുതൽ പൈസയാണ്. മറ്റേ ഇംഗ്ലീഷ് മരുന്നിനെ പോലെയല്ല, ഇംഗ്ലീഷ് മരുന്നിന് അത്ര പൈസയില്ല. ഈ ജൈവ മരുന്നിന് കൂടുതലായിട്ടും പൈസ കൂടുതലാണ്. എന്നാൽ ഇതാകുമ്പോൾ ഇനിയിപ്പം നല്ല ഉഷാറ് വന്നോളൂ. ഇതിങ്ങനെ കാണുന്നില്ലേ, ഈ ഇലയെല്ലാം കരിച്ചലെല്ലാം കാണുന്നില്ലേ, ഇതെല്ലാം കാണുന്നില്ലേ, ഈ പയറിനെല്ലാം കാണുന്നില്ലേ, ഇതെല്ലാം എന്താ ഇത് നമുക്ക് അടിച്ച് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. കണ്ടില്ലേ, എല്ലാവരും നമ്മളിപ്പോൾ പണിയെടുത്താൽ അതിന് നമുക്ക് അതിനൊരു ഗുണം വേണം. അത് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വേറെ ഒന്നും ഇപ്പം കൊടുക്കാണ്ട് കഴിയില്ല. മരുന്ന് ഇപ്പം ഒന്നും അടിച്ചിട്ടില്ല, മരുന്നാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്.
ഞാൻ പിന്നെ പോയാലൊരു കുപ്പി വാങ്ങി വെച്ചു. ഒരു കുപ്പി വാങ്ങിയാൽ ഒരിക്കൽ അടിക്കാനേ ഉള്ളൂ, ഒരുപാടില്ലേ. പക്ഷെ ഞാൻ അങ്ങനെ അടിക്കുന്നില്ല, ഇടയ്ക്ക് ഒരിക്കൽ ഇത് അടിച്ചു കൊടുത്താൽ ഒരു പണി തീരുമല്ലോ, വേഗം ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ പൈസ 150 ഉറുപ്പ്യാണ് ഒന്നിന്, ഒരു ചിലപ്പോഴത്തെ കുപ്പിക്ക്. അത് അത്രയും അടിക്കാൻ കഴിയൂ. കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാ. ഇതെല്ലാം ഒരു കരിച്ചിൽ വരുന്നല്ലോ, കണ്ട ഏതാ ഇതേപോലെ കരിച്ചിൽ കണ്ട. ഈ ഇലക്കെല്ലാം കാണുന്നില്ല, ഇതെല്ലാം പറിച്ച് കളയണം. പറിച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടാൽ മതി. എന്നാലും ഇത് പറിച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് നല്ല വൃത്തിയിൽ നല്ല ഇലയായിട്ട് വരുള്ളൂ. ഇതേപോലെ ഇന്നാളെ മുന്തിരിക്കും ഉണ്ടായിന് ഇങ്ങനെ. എന്നിട്ട് ഞാൻ എല്ലാം ചപ്പെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പം അത് മാറിയിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യം വരുമോയെന്ന് പറയാൻ കഴിയില്ല. ഇതേപോലെ അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, എല്ലാത്തിനും അടിക്കണം. പക്ഷേങ്കിൽ കായ് ഉണ്ടാവാൻ തുടങ്ങി, അപ്പോൾ ഇതിനെല്ലാം രോഗങ്ങൾ വരാൻ തുടങ്ങി. കായ് ഉണ്ടാകുമ്പോൾ തുടങ്ങുമ്പോഴേക്ക് കായ് ഇങ്ങനെ രോഗം വരാൻ തുടങ്ങും. അതാണ് നമ്മൾ കൃഷി ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് കൃഷി ചെയ്യാൻ നോക്കുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കായെല്ലാം പൂത്ത് കായെല്ലാം ഉണ്ടാകാൻ വേണ്ടി നടക്കുമ്പോഴേക്ക് കാണാം ഇനി രോഗങ്ങളുണ്ടാകും. ഇനിയാണ് രോഗം വരുന്നത്. ഇതിപ്പോൾ ഇതാണ് ബിഗ് ബോസാണ് ഇന്ന് ഞാൻ അടിച്ചു കൊടുക്കുന്ന മരുന്ന്. നിങ്ങൾ കണ്ടുവല്ലോ, ഞാൻ ഇതിനിടയ്ക്ക് ആർക്കും ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിന്. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനിപ്പോൾ അത്രേ വേണ്ടു. ഇതിനിപ്പം 1 ലിറ്ററിന് ഒരു 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 5 മില്ലി, ഒരു 10 മില്ലി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് അങ്ങനെ നാടൻ ഇതല്ല, നല്ലൊരു ഇതില്ലല്ല. അതുകൊണ്ടാണ് വീട്ടുമരുന്ന് പോലെയല്ലല്ലോ. കുറച്ച് വേറെ ഒരു മരുന്ന് ഇതിൻ്റെ ഒപ്പം കൂട്ടുന്നില്ല. വേറെ എന്തെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ അത്ര വേണ്ട, 5 മില്ലി എടുക്കുള്ളൂ. ഇപ്പം വേറെ കൂട്ടാതെ കൊണ്ട് പിന്നെ ഇത് മാത്രം ആയതുകൊണ്ട് ഞാനിപ്പോൾ 5 മില്ലിയിൽ മേലെ എടുത്തിട്ടുണ്ട് ഇന്ന്. കേട്ടാ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കിക്കോ. വലിയൊരു പൈസയുണ്ട്, പക്ഷെ എന്നാലും നല്ല ഉപകാരപ്പെടും. നല്ലോണം കീടങ്ങളെല്ലാം പോകും, പുഴുക്കളും മറ്റേ വെള്ളീച്ചയും അടുക്കളയെല്ലാം കുറയും. നല്ല മരുന്ന്, മണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു മണമൊന്നുമില്ല ഇനി. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. ഹൈപ്പ് അടിച്ചിട്ട് സബ് ചെയ്യുക, സബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്യുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ബൈ.